ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായില്ലേ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാനിത് കാസർഗോഡ് സ്പെഷ്യൽ ചക്ലി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്തൊക്കെ വേണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് കുരു കളഞ്ഞ ഡേറ്റ്സ് വേണം, ഒരു നാരങ്ങയുടെ പകുതി, ഉപ്പ്, വിനാഗിരി, പിന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുളക് പൊടി, മുറുക്ക്, പിന്നെ കുറച്ച് വെള്ളം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ്, ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് മിക്സി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡേറ്റ്സ് എടുക്കാം. ഓക്കെ, ഇത് കുരു കളഞ്ഞ ഡേറ്റ്സ് ആണ് ഗൈസ്. 1 2 3 4. ഓക്കെ, ഞാൻ 4 ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം 4 ഡേറ്റ്സ് ഗൈസ്. ഞാൻ 1 സ്പൂൺ വെച്ചിട്ടുണ്ടേ. ഓക്കെ, നമ്മൾ ഡേറ്റ്സ് ഇട്ടു, ഉപ്പിട്ടു. നമുക്ക് അടുത്തത് മുളക് പൊടി ഇടാം. ഞാനിവിടെ 1/4 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു 1/2 സ്പൂണൊക്കെ മതി. കുറച്ചും കൂടെ ഇടാൻ പോവാണേ. ഓക്കെ, നിങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ അടച്ചു വെക്കാറുണ്ടോ? അടച്ചു വെക്കണേ ഗൈസ്. ഓക്കെ, ഇത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ വിനാഗിരി ഒഴിക്കാം. ഇതൊരു കുറച്ച് ഒഴിക്കാവുള്ളേ ഗൈസ്. ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ സാധാ വെള്ളമോ ഇഷ്ടമുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ ചമ്മന്തി പരിവായിട്ട് നമുക്കിത് കിട്ടണം. പക്ഷേ ഇതൊരു ചമ്മന്തി പോലത്തെ സാധനം പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനൊരു കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഗൈസ്, കണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഒരു ചമ്മന്തി പരിവായിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ പോലെ കിട്ടുമ്പോൾ നമുക്ക് അതെടുക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ മിക്സി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. റെഡി? 3 2 1 സ്റ്റാർട്ട്. ആയൊന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആയിട്ടില്ല, കുറച്ചും കൂടെ ആവാനുണ്ട്. നമുക്കൊന്ന് കുറച്ചും കൂടെ മിക്സിയിലിട്ട് അടിക്കാം. റെഡി? 3 2 1. മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ മറന്നു കേട്ടോ നാരങ്ങ ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കതും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം. ഇതൊരു 1/2 നാരങ്ങ മതിയേ. ഓക്കെ, എനിക്ക് തോന്നുന്നു മതിയായിരുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ
ഞാൻ മിക്സിൻ്റെ ഇത് നല്ല ടൈറ്റായിട്ട് അടയ്ക്കട്ടെ. നോക്കുക ഗൈസ്, നമ്മുടെ ചക്ലിയുടെ ചമ്മന്തി ഒരു ചമ്മന്തി പോലെ തന്നെ ചമ്മന്തിയായി വന്നു. നമ്മുടെ ചക്ലിന് വേണ്ടി നമുക്ക് ഏത് ടൈപ്പ് മുറുക്കാണെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു മുറുക്കാണ് എടുത്തേക്കുന്നത്. കുറച്ച് മുറുക്ക് ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കാണ്. നമ്മുടെ ചമ്മന്തി ചക്ലീനെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ല് കിട്ടിയപ്പോഴേ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിങ്ങനെ കിട്ടുന്നുണ്ട് ഗൈസ്. കണ്ടോ, നമുക്ക് ഹാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല, മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചക്ലി ഇതിൻ്റെ മുറുക്കിലേക്ക് നല്ലോണം പിടിക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇതൊരു കാസർഗോഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിങ്ങനെ കുറേ കണ്ടപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണം തോന്നി. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ടൈമല്ല, എൻ്റെ 3rd ടൈമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി, ഉപ്പ്, മുളക് എല്ലാം ഉണ്ട്. സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്യണേ.